ാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ അധ്യാപകരായ ഒന്നോ രണ്ടോ പേര് ഈ റോഡിൻ്റെ വക്കിൽ വന്നിട്ട് ആ ഭാഗത്തേക്ക് കടക്കേണ്ട, റോഡിൻ്റെ അങ്ങേ സൈഡിലേക്ക് കടക്കേണ്ട വിദ്യാർത്ഥികളെ അധ്യാപകർ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ, വാഹനങ്ങൾ വരാത്ത സമയത്ത് അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികളായതിനു ശേഷം വാഹനങ്ങൾ തടുത്ത് വെച്ചിട്ട് ഈ വിദ്യാർത്ഥികളെ അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു രീതി നമ്മളെല്ലാവരും അവലംബിക്കുകയാണെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള പല സ്കൂളുകളും മദ്രസകളുമൊക്കെ റോഡിൻ്റെ വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയുടെയൊക്കെ വക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് മദ്രസകളുണ്ട്, സ്കൂളുകളുണ്ട്. ഇവിടെയൊക്കെയുള്ള അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ, ഈ സമയത്ത് ഒരുപാട് ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് ആക്സിഡൻറ്റ് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കുട്ടികൾ മദ്രസ വിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് പോകുമ്പോഴൊക്കെ ആക്സിഡൻറ്റിൽ പെടുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് കാണാനിടയായി. ഇതൊക്കെ കാണുമ്പോൾ ചെറിയ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മദ്രസയിലും സ്കൂളിലുമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ സമയം കഴിഞ്ഞു, ബെല്ലടിച്ചു, നമുക്കും നാട്ടിലേക്ക് പോകാനുള്ള തിരക്ക് തന്നെ, എല്ലാവർക്കും അവരുടെ വീടുകളിൽ അണയണമെന്ന് തന്നെയാണ് ഉദ്ദേശം. എന്നാലും മദ്രസയും സ്കൂളുമൊക്കെ വിടുന്ന സമയത്ത് നമ്മുടെ മദ്രസയിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന നമ്മുടെ പിഞ്ചു മക്കളുണ്ട്. ഇവരൊക്കെ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ റോഡ് വിലങ്ങ് മുറിയുന്ന സമയം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കൂല, അവരങ്ങോട്ട് റോഡിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കും. ാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ അധ്യാപകരായ ഒന്നോ രണ്ടോ പേര് ഈ റോഡിൻ്റെ വക്കിൽ വന്നിട്ട് ആ ഭാഗത്തേക്ക് കടക്കേണ്ട, റോഡിൻ്റെ അങ്ങേ സൈഡിലേക്ക് കടക്കേണ്ട വിദ്യാർത്ഥികളെ അധ്യാപകർ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ, വാഹനങ്ങൾ വരാത്ത സമയത്ത് അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികളായതിനു ശേഷം വാഹനങ്ങൾ തടുത്ത് വെച്ചിട്ട് ഈ വിദ്യാർത്ഥികളെ അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു രീതി നമ്മളെല്ലാവരും അവലംബിക്കുകയാണെങ്കിൽ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാൻ അർജൻ്റ് ഉള്ളവരാണ്, ഒരുപാട് അത്യാവശ്യങ്ങളുള്ളവരുണ്ട്. എന്നാലും നമ്മുടെ മുമ്പിൽ വരുന്ന ഈ പിഞ്ചു മക്കൾ, അവർ നമ്മുടെ മക്കൾ തന്നെയാണല്ലോ. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ അധ്യാപകരായ ആളുകൾക്കുമുണ്ട്. നമ്മൾ സമയമായാൽ ഉടനെ ബാഗും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. ചില അധ്യാപകരുണ്ട്, അവരുടെ സമയത്ത് അവർ മദ്രസയിലെത്തും അല്ലെങ്കിൽ സ്കൂളിലെത്തും. അവർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുപോലെ അവർ പെട്ടെന്ന് ബാഗും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് സ്ഥലം കാലിയാക്കുന്ന ആളുകൾ. ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഈ പിഞ്ചു മക്കളും. അവരുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പാത അല്ലെങ്കിൽ ഒരു മാർഗം അവർക്ക് സംരക്ഷണ ഭിത്തിയായി നമ്മൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ അശ്രദ്ധവാന്മാരായിട്ട് ബെല്ലടിച്ച് നേരെ ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോവുകയോ ചെയ്ത് കുട്ടികളൊക്കെ അവരുടെ വീടുകളിലേക്ക് അങ്ങോട്ട് പോയിക്കോളും എന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇതൊരു ഉപദേശമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആരെയും ഉപദേശിക്കുവാൻ ഞാൻ ആളല്ല, ഒരു ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നല്ല പോലെ പഠിപ്പിക്കുവാനും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബുദ്ധിശക്തി നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.